എന്റെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു, ട്വിൻ ബേബീസ് ആയിരുന്നു. അപ്പോൾ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, കുറെ ബോഡി പെയിൻ, അതുപോലെ തന്നെ ബാക്ക് പെയിൻ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ബോഡി പെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ നീർക്കെട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്ക് പെയിൻ ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് കൂടുതൽ ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ നല്ല ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും എല്ലാം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തന്നെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. കൺസൾട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മെഡിസിൻസ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ബോഡി മസാജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കിഴി ഉണ്ടായിരുന്നു. ഹെഡ് മസാജ്, ബോഡി മസാജ്, പിന്നെ വേദുകുളി, അങ്ങനെ ഇലക്കിഴി എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ബേബീസിനാണെങ്കിലും ബാത്ത് ആൻഡ് മസാജ് ഉണ്ടായിരുന്നു. ബേബീസും ഭയങ്കര ഓക്കെയാണ്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ട് തുടങ്ങി. ഇന്നിപ്പോ 14 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇതെല്ലാം ചെയ്തപ്പോൾ ബോഡിക്ക് ഭയങ്കരമായിട്ട് ഒരു കംഫർട്ട് ആയി. അതുപോലെ തന്നെ ബാക്ക് പെയിനും നീ പെയിൻ എല്ലാം എനിക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സംരക്ഷയിലെ ട്രീറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ബാക്ക് പെയിനെല്ലാം നല്ല ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു റിഫ്രഷിംഗ് ഫീലാണ് ബോഡിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. തെറാപ്പിസ്റ്റിന്റെ ആ ഒരു അവരുടെ സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഡെയിലി തന്നെ ഡോക്ടർ റിവ്യൂ ഫോളോ അപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സംരക്ഷയുടെ പോസ്റ്റ്നേറ്റൽ കെയർ സർവീസ് റെക്കമെൻഡ് ചെയ്യുന്നു, സജസ്റ്റ് ചെയ്യും. താങ്ക് യു.